ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർക്കി ഹോമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് നിർണ്ണയിക്കുന്നത് അതിന്റെ കോൺക്രീറ്റ് മിക്സിംഗ് ആണ്. അതായത് സാൻഡ്, സിമെന്റ്, വാട്ടർ, ക്രഷ്ഡ് സ്റ്റോൺസ് എന്നിവ തമ്മിലുള്ള ആനുപാതികമായ മിക്സിംഗിലൂടെയുള്ള മിക്സിംഗ്. എന്നാൽ ഒരു സ്ട്രക്ചറിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് നിർണ്ണയിക്കുന്നത് അതിലുപയോഗിക്കുന്ന സ്റ്റീലുകളെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ നമ്മൾ വലിച്ചു നീട്ടുകയാണെങ്കിൽ അത് ആ നീട്ടുന്നതിനിടയിൽ കേടുപാടുകളൊന്നും സംഭവിക്കാതെ അതിന് താങ്ങാൻ പറ്റുന്നതിന്റെ മാക്സിമം ലോഡിനെയാണ് നമ്മൾ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇവയാണ് നമ്മളെ ഭൂമി കുലുക്കത്തിൽ നിന്നും അല്ലെങ്കിൽ മറ്റു നാച്ചുറൽ കലാമിറ്റീസ് നിന്നൊക്കെ നമ്മുടെ കെട്ടിടങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ നിർമ്മിതികളെ സംരക്ഷിക്കുന്നത്. അപ്പോൾ ഒരു നിർമ്മാണ പ്രവൃത്തികൾ എത്രത്തോളമാണ് ഒരു കമ്പികളുടെ പ്രാധാന്യം എന്ന് അല്ലെങ്കിൽ TMT സ്റ്റീൽ ബാറുകളുടെ പ്രാധാന്യം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഈ TMT സ്റ്റീൽ ബാറുകൾ പല ഗ്രേഡുകളിലും നമുക്ക് അവൈലബിൾ ആണ്. ഇതിന്റെ ഗ്രേഡുകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത് ഏതൊക്കെ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നിർവചിക്കുന്നത്. നമ്മൾ ആരും ഇത് വാങ്ങുന്ന സമയത്ത് ഇതിന്റെ ഗ്രേഡുകളൊന്നും പരിഗണിക്കാറില്ല. എന്നാൽ നമ്മൾ ഈ സ്റ്റീലുകൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടതായിട്ടുള്ള വിഷയമാണ് ഇതിന്റെ ഗ്രേഡുകൾ. ഇതിന്റെ ഗ്രേഡുകളെ കുറിച്ചിട്ട് വിശദമായി അവതരിപ്പിക്കുന്ന ഈ വീഡിയോയിലോട്ട് നമുക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതൊരു പുതിയ ചാനൽ ആയതിനാൽ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. TMT, തെർമോ മെക്കാനിക്കൽ ട്രീറ്റഡ് സ്റ്റീൽ ബാർ എന്നാണ് ഇതിന്റെ മുഴുവൻ പേര്. സാധാരണയായി കോൺക്രീറ്റ് സമയത്ത് ഒരു സ്ട്രക്ചറിന്റെ ഡ്യൂറബിലിറ്റിക്കും അല്ലെങ്കിൽ ഡക്റ്റിലിറ്റിക്കും ടെൻസൈൽ പവറിനും വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് TMT സ്റ്റീൽ ബാറുകൾ. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ ദീർഘകാലം കേടുകൂടാതെ ഈട് നിൽക്കുന്നത് എന്നാണ് അർത്ഥം. അപ്പോൾ ഈ സ്റ്റീൽ ബാറുകൾ പല ഗ്രേഡുകളിലും അവൈലബിൾ ആണ് എന്ന് ഞാൻ മുന്നേ പറഞ്ഞല്ലോ. ഏതൊക്കെയാണ് ആ ഗ്രേഡുകൾ? FE 415, FE 500, FE 550, FE 600 എന്നീ ഗ്രേഡുകളിലാണ് പ്രധാനമായും ഈ സ്റ്റീൽ ബാറുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ FE എന്ന് സൂചിപ്പിക്കുന്നത് ഫെറസ് അയണിനെയാണ്. അപ്പോ ഈ FE 415, FE 500, FE 550, FE 600 എന്നുള്ള സ്റ്റീലുകൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നതാണെന്ന് നമുക്ക് നോക്കാം. FE 415 ഇവയാണ് സാധാരണയായി നമ്മൾ കൺസ്ട്രക്ഷൻ സൈറ്റുകളിലൊക്കെ ഉപയോഗിച്ച് കാണുന്നത്. എന്ന് വെച്ചാൽ റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകൾക്കും വീടുകൾക്കും ചെറിയ ചെറിയ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾക്കും FE 415 ആണ് സാധാരണ ഉപയോഗിച്ച് വരുന്നത്. വളരെ നേരിയതുമായ സമ്മർദ്ദങ്ങൾ വഹിക്കേണ്ടതായിട്ടുള്ള ബിൽഡിങ്ങുകൾക്കാണ് അല്ലെങ്കിൽ കെട്ടിടങ്ങൾക്കാണ് FE 415 ഉപയോഗിക്കുന്നത്. 415 MPa ആണ് ഇവയുടെ മിനിമം യീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. 415 MPa എന്ന് പറയുന്നത് ഇതിൽ MPa മെഗാപാസ്കൽ ആണ്, അതൊരു യൂണിറ്റ് ആണ്. മിനിമം യീൽഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ TMT സ്റ്റീൽ ബാറുകൾ ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞ ലെങ്ത് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെൻസൈൽ സ്ട്രെങ്ത്തിന്റെ അളവിനെയാണ് നമ്മൾ മിനിമം യീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ടെൻസൈൽ സ്ട്രെങ്ത് എന്താണെന്ന് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ടെൻസൈൽ സ്ട്രെങ്ത് ആണ് ഈ TMT ബാറുകൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ അതും ഇതുമായി നിങ്ങൾ കൂട്ടിവയ്ക്കും. ഈ FE 500 ഗ്രേഡ് വരുന്ന TMT സ്റ്റീൽ ബാറുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് നോക്കാം. കുറച്ചും കൂടിയും കൂടിയ രീതിയിൽ സമ്മർദ്ദത്തിന് വിധേയമാകുന്ന സ്ട്രക്ചറുകളുടെ നിർമ്മാണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് FE 500 ഗ്രേഡ് വരുന്ന സ്റ്റീൽ ബാറുകൾ ഉപയോഗിക്കുന്നത്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി വലിയ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ, കുറച്ചും കൂടി വലിയ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ, ചെറിയ ചെറിയ പാലങ്ങൾ എന്നിവയുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് FE 500 സാധാരണയായി ഉപയോഗിച്ചു വരുന്നത്. ഇവയിലെ മിനിമം യീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 500 MPa ആയിരിക്കും. FE 550 ഗ്രേഡ് സ്റ്റീൽ ബാറുകൾ ഉപയോഗിക്കുന്നത് അത് ഉയർന്ന രീതിയിൽ സമ്മർദ്ദത്തിന് വിധേയമാകുന്ന ബിൽഡിങ്ങുകളുടെ അല്ലെങ്കിൽ സ്ട്രക്ചറുകളുടെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ്. അതായത് ഡാമുകൾ, വലിയ പാലങ്ങൾ, മേൽപ്പാലങ്ങൾ, അങ്ങനെയുള്ള വലിയ വലിയ കൺസ്ട്രക്ഷൻ, വലിയ വലിയ സ്ട്രക്ചറുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായും വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് FE 550 ഗ്രേഡ് സ്റ്റീൽ ബാറുകൾ ഉപയോഗിക്കുന്നത്. ഇതിന്റെ മിനിമം യീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 550 മെഗാപാസ്കൽ ആണ്. ഇനി FE 600 സ്റ്റീൽ ബാറുകളാണ്. FE 600 സ്റ്റീൽ ബാറുകൾ ഇതിനും ക്രിട്ടിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ സമ്മർദ്ദം നേരിടുന്ന സ്ട്രക്ചറുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് FE 600 സ്റ്റീൽ ബാറുകൾ. ഈ ഗ്രേഡുകൾ മാറുന്നതിനനുസരിച്ച് സ്റ്റീൽ ബാറുകളുടെ റേറ്റിലും വ്യത്യാസം വരും. അപ്പോ ഗാർഹിക ഉപയോഗത്തിന് അല്ലെങ്കിൽ ഗാർഹികമായിട്ടുള്ള ഉപയോഗം വരുന്ന സ്ട്രക്ചറുകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 415 FE ഗ്രേഡുകളുള്ള സ്റ്റീൽ ബാറുകൾ മതിയാവും. പിന്നെ ഇതിന്റെയൊക്കെ പ്രധാന ഒരു സവിശേഷത അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ അടങ്ങിയിട്ടുള്ള കെമിക്കൽ ഫാക്ടേഴ്സ് എല്ലാം
സെയിം ആയിരിക്കും എന്നാൽ തുല്യമായിട്ടുള്ള കെമിക്കൽ ഫാക്ടേഴ്സ് ഒക്കെയാണ് അടങ്ങിയിട്ടുണ്ടാവുക. പിന്നെ എവിടെയാണ് ഇതിന്റെ സ്ട്രെങ്തിനും ഇതിനെയൊക്കെ വ്യത്യാസപ്പെടുത്തുന്ന പ്രോസസ്സ് നടക്കുന്നതെന്ന് വെച്ചാൽ ക്വിഞ്ചിങ് പ്രോസസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോസസ്സ് ഉണ്ട്. ഈ ക്വിഞ്ചിങ് പ്രോസസ്സിലാണ് ഇതിന്റെ സ്ട്രെങ്തുകൾ നിർണായകമായ മാറ്റങ്ങൾ വരുത്തുന്നത്. ക്വിഞ്ചിങ് പ്രോസസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വല്ല അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. സംഭവം സിമ്പിൾ ആണ്. ഈ സ്റ്റീൽ ഫാക്ടറിയിലൊക്കെ ഈ സ്റ്റീൽ ഉണ്ടാക്കി വരുമ്പോൾ തളച്ചു മറഞ്ഞു വരുന്ന ഒരു രൂപമായിരിക്കും ഇതിനെ തണുപ്പിക്കുന്ന പ്രോസസ്സിനെ ആണ് ക്വിഞ്ചിങ് പ്രോസസ് എന്ന് പറയുന്നത്. ഇതിനെ പെട്ടെന്നും അല്ലെങ്കിൽ കുറഞ്ഞ രീതിയിലും തണുപ്പിക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും ഇതിന്റെ സ്ട്രെങ്ത്. ഈ പ്രോസസ്സിൽ വരുന്ന വ്യത്യാസമാണ് ഈ കമ്പികളിലെ സമ്മർദ്ദം, ടെൻസിൽ സ്ട്രെങ്ത് താങ്ങാനുള്ള ശേഷി കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് TMT സ്റ്റീൽ ബാറുകളെ കുറിച്ചും അവരുടെ ഗ്രേഡിനെ കുറിച്ചിട്ടും ആ ഗ്രേഡുകൾ വരുന്ന TMT സ്റ്റീൽ ബാറുകൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ചും ഒരു ധാരണ കിട്ടി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.